നമ്മളിപ്പോൾ മൂന്നാറിലാണ് കേട്ടോ. മൂന്നാറിലെ തിരക്കിൽ നിന്നെല്ലാം മാറി മറയൂർ വഴി കാന്തല്ലൂരിലേക്കുള്ള റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അധികം തിരക്കും ബഹളമൊന്നും ഇല്ലാത്തൊരു റൂട്ടാണ് കേട്ടത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പെരിയവാർ ബ്രിഡ്ജിലാണ്. മനോഹരമായൊരു സ്ഥലം, നല്ല തണുപ്പുണ്ട്. ഒരു അരുവീതി കൂടെ കടന്നു പോകുന്നുണ്ട്. ഈ പാലം 2018 പ്രളയത്തിന് തകർന്നു പോയതാണ്. 2021 ഇവിടെ പുതിയൊരു പാലം വന്നത്. മൂന്നാറും മറയൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജ് കൂടിയാണത്. മനോഹരമായ റൂട്ടാണെങ്കിലും ഈ റൂട്ടിലോട്ടൊന്നും ആരും വരുന്നില്ല എന്ന് തോന്നുന്നു. വണ്ടികളൊന്നും അധികമില്ല. വല്ലപ്പോഴും 2-3 വണ്ടികൾ പോയാൽ പോയി, അത്രേ ഉള്ളൂ. പോകുന്നതോറും കുറേ അധികം വ്യൂ പോയിന്റ്സ് എല്ലാം കാണാം. നല്ലൊരു വ്യൂ പോയിന്റാണ് നിർത്തിയതാണ് കേട്ടോ. നല്ല മനോഹരമായൊരു സ്ഥലം. ആ കാണുന്ന മലനിരകൾക്കിടയിൽ നിന്ന് ഒരു അരുവിയെല്ലാം ഒഴുകുന്നുണ്ട്. താഴ്വാരം മൊത്തം പച്ച വിരിച്ച നല്ല തേയിലത്തോട്ടങ്ങൾ. ഇതിനെയെല്ലാം മൂടിക്കൊണ്ട് നല്ല കോടമഞ്ഞും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടുണ്ടല്ലോ, മൂന്നാർ മറയൂർ, 40 കിലോമീറ്ററാണുള്ളത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുറേയധികം ടൂറിസ്റ്റ് പ്ലേസ് വരുന്നുണ്ട്. ഇരവികുളം നാഷണൽ പാർക്കും ആനമുടി വ്യൂ പോയിൻറ്റ്സും ലേക്ക് വാട്ടർഫാൾസും പിന്നെ മറയൂർ ചന്ദനക്കാടും.
പിന്നെ കുറേയധികം ശർക്കര ഉണ്ടാക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. പക്ഷെ നമുക്കൊന്നും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നല്ല മഴയുണ്ട് പുറത്ത്. പിന്നെ നമുക്ക് വില്ലനായിട്ട് വരുന്നത് അട്ടയുടെ ശല്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ റൂട്ടിലാണോ തോന്നുന്നു കൂടുതലും അട്ടയുടെ ശല്യമുള്ളത്. നല്ല അട്ട കടിക്കുന്നുണ്ട്, എവിടെ ഇറങ്ങിയാലും അട്ട അടിക്കുന്നുണ്ട്. അതാണ് ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ചിന്നാർ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. മറയൂരിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉള്ളൂ ചിന്നാറിലേക്ക്. അടിപൊളി ക്ലൈമറ്റാണ് ഉണ്ടെന്ന്, നല്ല റൂട്ടും നല്ല മഴയും. പക്ഷേ കുറേ നേരമായിട്ട് വണ്ടിയിൽ തന്നെയാണ്, പുറത്തിറങ്ങിയിട്ടേ ഇല്ല. അതാണ് ഡെസ്റ്റിനേഷൻ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. നമ്മൾ മൂന്നാർ പൂപ്പാറ റൂട്ടിലൂടെ ഒന്ന് പോയാണ്, ഗ്യാപ്പ് റോഡ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്യാപ്പ് റോഡിലാണ്. ഗ്യാപ്പ് റോഡ് പൂപ്പാറ ബോഡിമേട്ട് റൂട്ടാണ്. ഏകദേശം 13 കിലോമീറ്ററോളം ഇങ്ങോട്ട് എത്താനായിട്ട്. ബോഡിമേട്ട് വരെ എനിക്ക് വേണം 43 കിലോമീറ്റർ ഉണ്ട് ബോഡിമേട്ട് പൂപ്പാറ റൂട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ള റൂട്ടാണ് കേട്ടോ. നല്ല സമാധാനമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും, അധികം തിരക്കൊന്നുമില്ല, ശാന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയ റൂട്ടാണ്. വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്കിവിടെ മൂന്നാറിലെ വേറെ ഡെസ്റ്റിനേഷൻ പോണത് പോലെ ഒന്നല്ല ഇവിടെ. നല്ല കാമായിട്ടുള്ളൊരു ഏരിയ കൂടിയാണ്. മൂന്നാറിൽ കുറേയധികം ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെങ്കിലും അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാണ് ഈ റൂട്ട്. ഇവിടെ വരുന്ന സഞ്ചാരികൾ കൂടുതലും തിരഞ്ഞെടുക്കുന്ന ഒരു റൂട്ട് കൂടിയാണിത്.
കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഹൈ റേഞ്ച് റോഡാണ് കേട്ടത് ദേശീയപാത NH85. ഈ ഒരു റൂട്ട് ചെന്ന് അവസാനിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലെ വിശേഷങ്ങളും കാഴ്ചകളും. നമ്മളിനി ഇവിടെ നിന്ന് നേരെ മൂന്നാറിലേക്ക് തിരിക്കുകയാണ്, അവിടെ നേരെ വീട്ടിലേക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.